നമസ്കാരം. അഗോര വിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഈ ചാനലിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒക്ടോബർ 9 ശുക്രന്റെ കന്നിരാശിയിലേക്കുള്ള മാറ്റമാണ്. അപ്പോ ജ്യോതിഷപരമായിട്ട് നോക്കുമ്പോൾ ഓരോ ഗ്രഹങ്ങൾക്കും അവയുടെ രാശിയിലേക്കും നക്ഷത്രത്തിലേക്കുള്ള മാറ്റം വലിയ പ്രാധാന്യമാണ് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ശുക്രന്റെ രാശി മാറ്റം പല രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാൻ ഇടവരുകയും അതുപോലെ തന്നെ ചില രാശിക്കാർക്ക് വിപരീത ഫലങ്ങളും ലഭിക്കാനും ഇടവരും. കാരണം നമുക്കറിയാം, ശുക്രൻ ഗ്രഹങ്ങളിൽ ഒരു പ്രാധാന്യം ജ്യോതിഷപരമായിട്ട് കൽപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. അസുര ഗുരുവായ ശുക്രാചാര്യൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ശുക്രന്റെ ഈ രാശിമാറ്റം കൊണ്ട് നമ്മൾ പറയാറുണ്ട്, പലവർക്കും ജീവിതത്തിൽ അനുഭവങ്ങൾ, നല്ല ഗുണങ്ങളും സാമ്പത്തിക ശേഷിയൊക്കെ വർദ്ധിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അവന് ശുക്രൻ ഉദിച്ചു, അല്ലെങ്കിൽ അവൾക്ക് ശുക്രൻ ഉദിച്ച സമയമാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഗ്രഹമാണ്. ശുക്രൻ മാത്രമല്ല, എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടെ പ്രാധാന്യം ഉണ്ട്. എങ്കിൽ പോലും ശുക്രന് സമ്പത്തിന്റെയും സ്വർണ്ണ ആഭരണങ്ങളുടെയും ആഡംബര വസ്തുക്കളുടെയും വാഹനാദി കാര്യങ്ങളുടെയും കളത്ര, അതായത് ഭാര്യ ഭർത്തൃ ബന്ധത്തിനും വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. വിവാഹ കാരകൻ കൂടിയാണ് ശുക്രൻ. കാരണം ശുക്രൻ നല്ല രീതിയിലൊക്കെ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഭാര്യയെ അഥവാ നല്ല ഭർത്താവിനെ ഒക്കെ ലഭിക്കാൻ ഇടവരും. പരസ്പരം ദമ്പതികൾക്ക് കുടുംബജീവിതത്തിൽ നല്ല ഐക്യവും സമാധാനവും സന്തോഷവും ജീവിതത്തിൽ ലഭിക്കുമെന്നാണ് ശുക്രന്റെ നല്ല നിൽപ്പ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം ഇന്നത്തെ ഈ ഒരു ശുക്രന്റെ രാശി മാറ്റത്തോട് കൂടിയിട്ട്, അതായത് ശുക്രൻ ഒക്ടോബർ 9 കന്നിരാശിയിലേക്കാണ് വരുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും കന്നിരാശി ശുക്രന് നീചരാശിയാണ്. മീനം രാശി ഉച്ചരാശിയുമാണ്. ഏത് രാശിയാണോ നീചം, അതിന്റെ 7ാം രാശി ഉച്ചരാശിയായിരിക്കും ഏത് ഗ്രഹങ്ങൾക്കും. അപ്പോൾ നമുക്കറിയാം, 9 ഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. അതിൽ ഭൗതികമായി നമ്മൾ മനസ്സിലാക്കുന്നത് സൂര്യൻ മുതൽ ശനി വരെയുള്ള ഗ്രഹങ്ങളെയാണ്. രാഹുകേതുക്കൾ ജ്യോതിഷപരമായി കണക്കാക്കുന്നതാണ്. രാഹുകേതുക്കൾക്ക് അവര് ധൂമഗ്രഹങ്ങളാണ്. അപ്പൊ ജ്യോതിഷപരമായിട്ട് മാത്രമേ അവർക്ക് പ്രാധാന്യമുള്ളൂ. അപ്പൊ പ്രധാനമായിട്ടും 7 ഗ്രഹങ്ങളാണ്, സപ്തഗ്രഹങ്ങൾ എന്ന് പറയും. അപ്പൊ ഈ 7 ഗ്രഹങ്ങളിൽ ശുക്രൻ പ്രധാനനാണെന്ന് നമുക്കറിയാം. പക്ഷെ ഈ ശുക്രന്റെ ഈ രാശി മാറ്റം സ്വാഭാവികമായിട്ടും കന്നി നീചരാശി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ പറയുന്നത് ശുക്രൻ നീചരാശിയിലേക്ക് വന്നു. അതുകൊണ്ട് ചില നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ചില രാശിക്കാർക്ക് ദോഷഫലങ്ങളായിരിക്കും ലഭിക്കുക എന്നുള്ളത്. നീചത്തിൽ നിൽക്കുന്ന ഗ്രഹം ഒരിക്കലും ഫലദാന ശേഷി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും. കാരണം ആരോഗ്യമില്ലാത്ത ഒരവസ്ഥയായിരിക്കും ശുക്രൻ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഗ്രഹത്തിന് ഒന്നും മറ്റുള്ള രാശി ഗുണം ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം. അത് ഏത് ഗ്രഹമായെങ്കിലും നീചത്തിൽ നിന്നു കഴിഞ്ഞാൽ അവർക്ക് ഫലദാന ശേഷി ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ വേറൊരു കാര്യം നടക്കുന്നുണ്ട്, നീച ഭംഗ രാജയോഗം. സൂര്യന്റെ ബന്ധം കൊണ്ട് അവിടെ ശുക്രന് നീചഭംഗ രാജയോഗം സംഭവിക്കും. അപ്പൊ ഈ നീചഭംഗ രാജയോഗം കൊണ്ട് ഏതൊക്കെ രാശിക്കാർക്കാണ് ജീവിതത്തിൽ പുരോഗതി വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ 4 രാശിക്കാർക്ക് പ്രധാനമായിട്ടും പുരോഗതി ഇവിടെ വരും എന്നുള്ളതാണ്. ബാക്കി ചില രാശിക്കാർക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളോ ഗുണങ്ങളോ ഉണ്ടാവാറില്ല. ചില രാശിക്കാർക്ക് വിപരീത ഫലങ്ങളും ഉണ്ടാവാം. അങ്ങനെയാണ് ഇപ്പോൾ ശുക്രന്റെ ഈ കന്നിരാശിയിലേക്കുള്ള ഒരു മാറ്റം കൊണ്ട് ജ്യോതിഷം കാണുന്നത്. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കുക. അതിനോടൊപ്പം തന്നെ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾ ഈ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. അപ്പൊ നമ്മളെല്ലാ കറുത്ത വാവിനും, അതായത് അമാവാസിക്ക് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് വ്യൂസ് കാണുന്നവർക്ക്
അതായത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർക്ക് നമ്മൾ അവരുടെ സൗജന്യമായിട്ട് അവരുടെ നാളും പേരും ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ മാസവും അതാത് ആൾക്കാരുടെ പേരും നക്ഷത്രവും മറ്റൊരു പേപ്പറിലേക്ക് എഴുതിയെടുത്തിട്ട് അതിൽ അർച്ചന ചെയ്യുന്നതായിരിക്കും. അവരുടെ പേരിൽ പുഷ്പാഞ്ജലി ചെയ്യുന്നതായിരിക്കും. പൂജയിൽ ഉൾപ്പെടുത്തി പുഷ്പാഞ്ജലി ചെയ്യുന്നതായിരിക്കും. എന്തായാലും അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് ഇവിടെ കാണാം. പല ആൾക്കാരുടെയും പേരും നക്ഷത്രവും വെച്ച് എല്ലാ മാസവും ചെയ്യുന്നുണ്ട്. അത് ഒരു മാസത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ശുക്രൻ ഒരു രാശിയിൽ നിന്നും തിരിച്ച് ആ രാശിയിലേക്ക് വീണ്ടും വരാൻ ഏകദേശം 1 വർഷത്തോളമാണ് എടുക്കുക. ഇപ്പൊ കന്നി രാശിയിലേക്ക് ഒക്ടോബർ 9 പ്രവേശിച്ചു കഴിഞ്ഞാൽ വീണ്ടും കന്നി രാശിയിലേക്ക് വരണമെങ്കിൽ ഏകദേശം അടുത്ത വർഷത്തോളം ഈ സമയം വരും. അപ്പോ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കന്നി രാശിക്കാർക്ക് ശുക്രന്റെ ഈ ലഗ്നഭാവത്തിലേക്കുള്ള കടന്നുകയറ്റം ഏറ്റവും നല്ല ഗുണഫലങ്ങൾ നൽകും. അതായത് നീചഭംഗ രാജയോഗം കന്നി രാശിക്കാർക്ക് അനുഭവിക്കാൻ ഇടവരും എന്നുള്ളതാണ്. അതായത് നീചഭംഗ രാജയോഗം എന്ന് പറയുമ്പോൾ ഒരു ഗ്രഹം നീചനായിട്ട് വന്നു കഴിഞ്ഞ് രാജയോഗം നൽകാൻ അത്ര ഫലദാന ശേഷി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് സൂര്യന്റെ ഈ സാന്നിധ്യം കൂടിയും കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോ ഈ ശുക്രന് ഇങ്ങനെ ഇങ്ങനെ രാശിയിലേക്ക് നീചഭംഗരാഗം സംഭവിച്ചു കഴിഞ്ഞാൽ ഫലങ്ങൾ നൽകാൻ ശുക്രന് സാധിക്കും. അത് കന്നി രാശിക്കാർക്ക് ഏറെ ഗുണം ചെയ്യും. അത് ലഗ്നഭാവത്തിലാണ് ശുക്രന്റെ ഈ വരവ്. അതായത് കന്നി രാശിയിൽ വരുന്ന ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, അര നക്ഷത്രക്കാർ, ആദ്യ പകുതി നക്ഷത്രക്കാർക്ക് ഏറെ സവിശേഷമായ ഗുണങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക. ഈ രാജയോഗം കൊണ്ട് അവരുടെ ലഗ്നഭാവത്തിലേക്ക് ശുക്രൻ വന്നു കയറി കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഒരു സൗഭാഗ്യം നേടാൻ ഇവർക്ക് കഴിയുമെന്നാണ് ജ്യോതിഷം കണക്കാക്കുന്നത്. ഇവർക്ക് എപ്പമാർക്കും ഭാഗ്യം ദിവസങ്ങളോളം ഇവരുടെ ഒപ്പം ഭാഗ്യം നിലനിൽക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല ഭാഗ്യങ്ങളും ഇവരെ തേടി എത്തുന്ന സമയം കൂടിയായിരിക്കും. അതായത് അവിവാഹിതരായി തുടർന്നവർക്ക് യോജിച്ച വിവാഹം ജീവിത പങ്കാളിയെ ലഭിക്കും. നല്ല വിവാഹങ്ങൾ നടക്കാൻ അനുകൂലമായ സമയമായിരിക്കും ഇത്. ബിസിനസ്സിൽ നേട്ടം ഉണ്ടാകും. ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല നേട്ടമായിരിക്കും കന്നി രാശിക്കാർക്ക് ബിസിനസ്സിൽ ഉണ്ടാകുക. ജീവിതത്തിൽ നല്ല ഒരു ജീവിതം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് വിവാഹം കഴിക്കാത്തവർക്ക് നല്ലൊരു വിവാഹത്തിനുള്ള സാധ്യതയാണ് ഈ ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ശുക്രന്റെ ഈ ഒരു മാറ്റം വളരെ ഗുണകരമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും കന്നി എല്ലാ സൗഭാഗ്യങ്ങളും ശുക്രന്റെ മാറ്റം കൊണ്ട്, അതായത് നീചഭംഗ രാജയോഗം കൊണ്ട് അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശിയിലേക്ക് നോക്കാം. അടുത്തതായിട്ട് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യ കാൽഭാഗം ചേർന്നതാണ് ചിങ്ങക്കൂറ്. ഈ ചിങ്ങക്കൂറുകാർക്ക് ശുക്രന്റെ ഈ കന്നി രാശിയിലേക്കുള്ള പ്രവേശനം മൂലം, അതായത് നീചഭംഗ രാജയോഗം ഏറെ ശുഭകരമായിരിക്കും ചിങ്ങം രാശിക്കാർക്ക് വരാൻ പോകുന്നത്. അതായത് ഒക്ടോബർ 9 ശേഷം ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. കാരണം ഇവരെ സംബന്ധിച്ച് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ ഇടവരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ നല്ല സൗഭാഗ്യങ്ങൾ നേടാൻ കഴിയും. ശമ്പള വർധനവും അത് നിമിത്തം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. നല്ല ഒരു സൗഭാഗ്യമായിരിക്കും ചിങ്ങൻ രാശിക്കാർക്ക് ഈ ശുക്രന്റെ 2ാം ഭാവത്തിലേക്കുള്ള കടന്നുകയറ്റം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. 2ാം ഭാവത്തിലാണ്, ധനസ്ഥാനത്താണ് ശുക്രൻ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ശുഭകരമായ പല അനുഭവങ്ങളും വരാൻ സാധ്യതയുണ്ട്. മനസ്സിൽ ഏറെ നാളുകളായി കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ ചിങ്ങൻ രാശിക്കാർക്ക് ഈ ശുക്രന്റെ നീചഭംഗ രാജയോഗം അനുഭവത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അതുകൊണ്ട് പല വർഷങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളോളായി എനിക്ക് ആ കാര്യം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് ഈ ഒരു അവസരം തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഈ അവസരത്തിൽ അവർക്ക് അതിനുള്ള എല്ലാ ആരോഗ്യവും സാമ്പത്തിക ശേഷിയും മനസ്സും ലഭിക്കുന്ന ഒരു സമയമാണ് ഈ ചിങ്ങൻ രാശിയിലേക്ക്, ഈ കന്നി രാശിയിലേക്ക് ശുക്രന്റെ കടന്നുകയറ്റം കൊണ്ട് ചിങ്ങൻ രാശിക്കാർക്ക് അനുഭവിക്കാൻ ഇടവരുന്നത്. അതായത് ധനസ്ഥാനത്ത് വരുന്ന ശുക്രൻ സാമ്പത്തിക നേട്ടം വർദ്ധിപ്പിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഈ ചിങ്ങൻ രാശിക്കാർക്ക് ശുക്രന്റെ ഈ മാറ്റം കൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും നേടാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശിയിലേക്ക് നോക്കാം. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശുക്രന്റെ ഈ കന്നി രാശിയിലേക്കുള്ള പ്രവേശനം കൊണ്ട് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക്, വൃശ്ചികക്കൂറുകാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നേടാൻ കഴിയും എന്നുള്ളതാണ്. ഇവരുടെ 11ാം ഭാവത്തിലായിരിക്കും ഈ സാന്നിധ്യം കൊണ്ട്, ശുക്രന്റെ സാന്നിധ്യം കൊണ്ട് ഇവർക്ക് സൗഭാഗ്യങ്ങൾ നേടാൻ കഴിയുന്നത്. കാരണം ഈ നീചഭംഗ രാജയോഗം
ശുക്രന് ഉണ്ടായത് കൊണ്ട് തന്നെ അത് 11ാം ഭാവത്തിലാണ് വൃശ്ചിക രാശിക്കാർക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ 11 ലാഭസ്ഥാനമാണ്. എല്ലാ ലാഭങ്ങളും ഇവർക്ക് നേടാൻ കഴിയും. പല നഷ്ടം ഇതുവരെ വന്നിരുന്നവർക്കൊക്കെ ജീവിതത്തിൽ അത് ലാഭമായിട്ട് വർദ്ധിക്കാൻ വരും. ഇവർ പോലും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്തായിരിക്കും ധന സമ്പാദനം ഉണ്ടാകുന്നത്, ധനം വന്നു ചേരുന്നത്. പല വഴികളിലൂടെയായിരിക്കും ധനം വന്നു ചേരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കുറുക്ക് വഴികളിലൂടെ നിങ്ങൾ ധനം സമ്പാദിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നിൽക്കില്ല. ഈ ഒരു ശുക്രന്റെ ഈ ഒരു വരവോട് കൂടിയിട്ട് നേരായ വഴിയിലൂടെ നിങ്ങൾക്ക് ധനസമ്പാദനം നേടാൻ കഴിയും എന്നുള്ളതാണ്. പല ബിസിനസ്സും ചെയ്തവർക്ക്, പരാജയപ്പെട്ടവർക്ക് ഈ ഒരു അവസരത്തിൽ അത് ആ ബിസിനസ്സിൽ പുരോഗതി വരുന്നത്, അപ്രതീക്ഷിതമായിട്ട് ബിസിനസ്സിൽ പുരോഗതി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ശുക്രന്റെ ഈ മാറ്റം കൊണ്ട് സ്വർണം പോലുള്ള വിലപിടിപ്പുള്ള വജ്രം, അതേപോലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും എന്ന് പ്രതീക്ഷിക്കാം. കാരണം ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ നടക്കാൻ ആയ ഒരു സമയമാണ് വൃശ്ചിക രാശിക്കാർക്കുള്ളത്. അത് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും, കൃഷിയിൽ വൻ ലാഭം ഉണ്ടാവും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് കൃഷിയും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വലിയൊരു മാറ്റം ഉണ്ടാവും. നല്ല നല്ല വിവാഹാലോചനകൾ വന്നു ചേരാൻ ഇടവരും. അത് നിമിത്തം നല്ല ബന്ധങ്ങൾ ഉണ്ടാവും. എന്തായാലും വൃശ്ചിക രാശിക്കാർക്ക് ശുക്രന്റെ ഈ 11ാം ഭാവത്തിലേക്കുള്ള നീചഭംഗ രാജ്യവും കൊണ്ട് എല്ലാ ഗുണങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കാണും വരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. ഘോര തരതന രൂപ ചർജട പ്രജട പ്രജട കഹ മമ ബന്ധബന്ധ ഗാതയ ഗാതയ ഫട് നമ സ്വാഹ. ഉത്തമൻ ആയില്യം നക്ഷത്രം സ്വാഹ. ഉത്തമൻ ആയില്യം നക്ഷത്രം, ഉത്തമൻ ആയില്യം നക്ഷത്രം. ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തരതന രൂപ ചർജട പ്രജട പ്രജട കഹ മമോമ ബന്ധബന്ധ ഗാതയ ഗാതയ ഫട് നമ സ്വാഹ. നാരായണൻ മൂല നക്ഷത്രം, നാരായണൻ മൂല നക്ഷത്രം, നാരായണൻ മൂല നക്ഷത്രം. ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തരതന രൂപ ചർജട പ്രജട പ്രജട കഹ മമോമ ബന്ധബന്ധ ഗാതയ ഗാതയ ഫട് നമ സ്വാഹ. വിദ്യ തൃക്കേട്ട നക്ഷത്രം, വിദ്യ തൃക്കേട്ട നക്ഷത്രം, വിദ്യ തൃക്കേട്ട നക്ഷത്രം. ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തരതന രൂപ ചടജട പ്രജട പ്രജട കഹ മമോമ ബന്ധബന്ധ ഗാതയ ഗാതയ ഫട് നമ സ്വാഹ. രാമചന്ദ്രൻ പൂയൻ നക്ഷത്രം, രാമചന്ദ്രൻ പൂയൻ നക്ഷത്രം, രാമചന്ദ്രൻ പൂയൻ നക്ഷത്രം. ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തരതന രൂപ ചടജട പ്രജട പ്രജട കഹ മമോമ ബന്ധബന്ധ ഗാതയ ഗാതയ ഫട് നമ സ്വാഹ. പ്രദീപ് ചതയം നക്ഷത്രം, പ്രദീപ് ചതയം നക്ഷത്രം, പ്രദീപ് ചതയം നക്ഷത്രം. ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തരതന രൂപ ചടജട പ്രജട പ്രജട കഹ മമോമ ബന്ധബന്ധ ഗാതയ ഗാതയ ഫട് നമ സ്വാഹ. ബീന ആയില്യം നക്ഷത്രം, ബീന ആയില്യം നക്ഷത്രം, ബീന ആയില്യം നക്ഷത്രം. ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തരതന രൂപ ചടജട പ്രജട പ്രജട കഹ മമോമ ബന്ധബന്ധ ഗാതയ ഗാതയ ഫട് നമ സ്വാഹ. രതീഷ് പൂയൻ നക്ഷത്രം, രതീഷ് പൂയൻ നക്ഷത്രം, രതീഷ് പൂയൻ നക്ഷത്രം. ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തരതന രൂപ ചടജട പ്രജട പ്രജട കഹ മമോമ ബന്ധബന്ധ ഗാതയ ഗാതയ ഫട് നമ സ്വാഹ. രാഗ മകീര്യം നക്ഷത്രം,